നടുവിൽ നിന്ന് കാലിലേക്ക് പടരുന്ന വേദന, നടുവിന് കാഠിന്യം, കട്ട് കഴിക്കുന്നത് പോലെയും പൊള്ളിപ്പിടിക്കുന്നത് പോലെയും കുത്തുന്ന തരത്തിലും വേദന അനുഭവപ്പെടുക, പുകച്ചിൽ പോലെയുള്ള വേദന, നടുവിൽ നിന്ന് കാലിലേക്ക് മരവിപ്പ്, കാൽമുട്ടിന് മുകളിലോ താഴെയായിട്ട് മരവിപ്പും വേദനയും, നടുവിൽ നിന്ന് ബട്ടക്കിലേക്കും തുടയുടെ പിൻഭാഗത്തേക്കും കാൽവിരലിലേക്കും പ്രസരിക്കുന്ന ഷൂട്ടിംഗ് പെയിന്, ദീർഘനേരം ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടുവിന് വേദന അനുഭവപ്പെടുക, കാലിന് ബലഹീനത അനുഭവപ്പെടുക. നടുവിൽ നിന്ന് കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന ഈ പെയിന് പെട്ടെന്നൊന്ന് കുറയ്ക്കാനും കംഫർട്ടബിളായിട്ടൊന്ന് കിടക്കാനും പറ്റിയ 2 മെത്തേഡ്, അതിനകത്ത് കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സയാറ്റിക്ക എന്ന് പറഞ്ഞ വേദന ഒരു സിംറ്റമാണ്. ഇതിൻ്റെ കോസസ് ഏകദേശം ഒരു 11 കോസസ് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. കുറച്ച് കോസസ് എക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ട്. ശരീരത്തിലെ ലാർജസ്റ്റ് നെർവാണ് സയാറ്റിക് നെർവ്. ആ നെർവിനുണ്ടാകുന്ന ഇറിറ്റേഷൻ, അതുമൂലമുണ്ടാകുന്ന പെയിൻ, അതാണ് സയാറ്റിക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാകാനായിട്ട് പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് അതിന് കോസ് എന്താണെന്ന് അറിഞ്ഞ് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കോസ് ഹെർണിയേറ്റഡ് ഡിസ്ക്കാണ്. ഈ ഡിസ്കിനെ പറ്റി ധാരാളം വിദ്യാധാരണകൾ നമ്മൾക്കിടയിലുണ്ട്. സ്ലിപ്ഡ് ഡിസ്ക് അല്ലെ ഡിസ്ക് തെന്നൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഡിസ്ക് ഇരുന്ന ഭാഗത്തു നിന്ന് ഡിസ്പ്ലേസ്ഡായി അല്ലെങ്കിൽ ഡിസ്ലൊക്കേറ്റായി വേറൊരു സ്ഥലത്തേക്ക് പോയി എന്ന് കരുതി ഭയപ്പെടുന്നവരുണ്ട്. രണ്ടാമത്തെ ഡിസ്ക് ബൾജിൻ്റെ കാര്യമാണ്. അതൊരു നോർമൽ ഡീജനറേറ്റീവ് പ്രോസസ്സ്, നമ്മുടെ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത് സയാറ്റിക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കാല് തളർന്നു പോകും, ഇനി ഒരിക്കലും എനിക്ക് പഴയതുപോലെ എൻ്റെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വിഷമിക്കുന്നവരുണ്ട്. ഒരു ഡയഗ്നോസിസ് പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് MRI ചെയ്യേണ്ടി വന്നേക്കാം. അതിൽ ബൾജ് കണ്ടെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ കശേരുക്കൾക്കിടയിലായിട്ട്, ഇപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ കാണാം, ഈ ഭാഗത്തെയാണ് ഈ ഡിസ്ക് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഒരു ഷോക്ക് അബ്സോർബറായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ കശേരുക്കൾക്കിടയിലുള്ള ഒരു സിംഗിൾ ഡിസ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട്. ഫൈബ്രോ കാർട്ടിലേജിനസ് സ്ട്രക്ചറാണ് അത്. അതിൻ്റെ പേരാണ് ആനുലസ് ഫൈബ്രോസസ് എന്ന്. ഇനി സെൻട്രൽ കാണുന്ന ആ ഭാഗമാണ് ന്യൂക്ലിയസ് പൾപ്പോസസ്. അതൊരു ജെലാറ്റിനസ് സ്ട്രക്ചറാണ്. അതിൻ്റെ പ്രധാന കോമ്പോസിഷൻ എന്ന് പറയുന്നത് വാട്ടറും ടൈപ്പ് 2 കൊളാജനുമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മൾ ഫോർവേഡ് ബെൻഡിങ്, മുന്നോട്ട് കുനിയുന്നു, പുറകോട്ട് ചായുന്നു, സൈഡിലോട്ട് ചരിയുന്നു, ചാടുന്നു, കൂടുന്നു, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ സ്പൈനിൻ്റെ, നട്ടലിൻ്റെ സ്റ്റെബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഡിസ്ക്കാണ്. ഒരു ഡിസ്ക് എന്താണെന്നും അതിൻ്റെ കോമ്പോസിഷൻ എന്താണെന്നും മനസ്സിലായി. ഇനി ഡിസ്ക് ബൾജ്, ഈ ഡിസ്ക് ഹെർണിയേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ഒരു ഡീജനറേറ്റീവ് ചേഞ്ചാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഏജ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതിലെ ഈ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കുറയുകയും ആ കാർട്ടിലേജ് എന്ന് പറയുന്നത് സ്റ്റിഫാവുകയും അത് കുറച്ച് പുറത്തേക്ക് ബൾജായി നിൽക്കുന്ന ഒരവസ്ഥ, ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ബൾജായി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേജ് ഡിസ്ക് പ്രൊട്രൂഷനാണ്. ഇവിടെ ഈ ന്യൂക്ലിയസ് പൾപ്പോസസ് കുറച്ച് പുറത്തേക്ക് തള്ളി വരികയും ഈ ആനുലസിനെ ഇമ്പിഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ ഒരു ലിഗമെൻ്റ് ഉണ്ട്, പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ലിഗമെൻ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് ഇൻടാക്റ്റ് ആയിരിക്കും. സ്റ്റേജ് 3 എക്സ്ട്രൂഷനിൽ ആ ന്യൂക്ലിയർ മെറ്റീരിയൽ എന്ന് പറയുന്നത് ആനുലസിലൂടെ പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അവിടെ പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ലിഗമെൻ്റ് ഇൻടാക്റ്റ് ആണ്. ഫോർത്ത് സ്റ്റേജ് സെക്വിസ്ട്രേഷൻ സ്റ്റേജാണ്. നമ്മൾ ഈ പിക്ചറിൽ നമ്മൾക്ക് കാണാവുന്നതാണ്. ഇതിലൂടെ ഈ ന്യൂക്ലിയർ മെറ്റീരിയൽ ആനുലറിലൂടെ പുറത്തേക്ക് തള്ളി വരികയും അത് എപ്പിഡ്യൂറൽ സ്പേസിൽ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ലിഗമെൻ്റ് എന്ന് പറയുന്നതും ഡിസ്റപ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഹെർണിയേറ്റഡ് ഡിസ്കിൻ്റെ 4 സ്റ്റേജസ് ഉണ്ടാകുന്നത്. അടുത്ത ഒരു കോസാണ് സ്പൈനൽ സ്റ്റിനോസിസ്. സ്റ്റിനോസിസ് എന്ന് പറഞ്ഞ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു നാരോവിങ്, അതായത് സ്പൈനൽ കനാലിൻ്റെ നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിനുള്ളിലായിട്ട് സുഷുമ്നാ നാഡിയും നെർവ് റൂട്ടും ഒക്കെ കടന്നു പോകുന്ന കനാലുകൾ, ആ കനാല് നാരോ ആകുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്റ്റിനോസിസ് ഉണ്ടാകുന്ന ലൊക്കേഷൻ അനുസരിച്ച് അത് പല ടൈപ്പുണ്ട്. നെക്സ്റ്റ് കോസ് സ്പോണ്ടിലോ ലിസ്തസിസ് ആണ്. ലിസ്തസിസ് എന്ന പദത്തിൻ്റെ അർത്ഥം സ്ലിപ്പേജ് എന്നാണ്. അതായത് നമ്മുടെ ഈ നട്ടെല്ലിൻ്റെ, അതായത് ഈ കശേരുക്കളുടെ പൊസിഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മറ്റൊരു കശേരുവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും അതിനുണ്ടായിരിക്കുന്ന സ്ലിപ്പേജ് എത്രയാണോ ആ മെഷർമെൻറ്റിനെയാണ് നമ്മൾ സ്പോണ്ടിലോ ലിസ്തസിസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ബട്ടക്ക് ഭാഗത്തൊരു മസിലുണ്ട്, പൈരിഫോമിസ് എന്നാണ് പറയുന്നത്. സയാറ്റിക് നെർവിനെ കവർ ചെയ്യുന്ന ഒരു മസിലാണത്.
ഈ മസിലിനുണ്ടാകുന്ന സ്വെല്ലിങ്, സ്പാസം അല്ലെങ്കിൽ സ്കാർ ടിഷ്യൂ ഇതൊക്കെ മൂലം ഈ സയാറ്റിക് നെർവിൻ്റെ മേലിൽ ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോഴും ഇതേപോലെയുള്ള വേദന നമുക്ക് ഉണ്ടാകുന്നതാണ്. മറ്റ് ചില കോസസ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഒബിസിറ്റി, പുവർ പോസ്ചർ, ഓക്വേർഡ് സിറ്റിംഗ് പൊസിഷൻ, ഇതൊക്കെ എക്സ്ട്രാ പ്രഷർ സയാറ്റിക് നെർവിൽ ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് കൂടാതെ ബാക്ക് ഇഞ്ചുറി, പെൽവിക് ഇഞ്ചുറി, ഫ്രാക്ചർ, ട്യൂമറും ഒക്കെ സയാറ്റിക്ക് കാരണമാകുന്നുണ്ട്. ഇതിൻ്റെ സിംറ്റംസിനെ പറ്റി നമ്മൾ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞു. പ്രധാനമായിട്ടും കാലിലോട്ടുള്ള ഷൂട്ടിംഗ് പെയിനാണ്. ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. ട്രീറ്റ്മെൻറ്റിൽ നമ്മൾക്ക് കൺസർവേറ്റീവ് മാനേജ്മെൻ്റ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്, അതുകൂടാതെ തന്നെ നമുക്ക് സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഫിസിയോതെറാപ്പിയിൽ പ്രധാനമായിട്ടും വേദന കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ കോസസ് ശരിക്കും ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ലോങ് ടേം ആയിട്ടുള്ളൊരു റിക്കവറി ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ ഫങ്ഷണൽ ആക്ടിവിറ്റി മെച്ചപ്പെടുകയുള്ളൂ, ഈ ജോലിയിൽ നിന്നൊക്കെ ലീവ് എടുക്കുന്നതൊക്കെ കുറയുകയുള്ളൂ. പക്ഷേ പെയിൻ ഉണ്ടെങ്കിൽ, നല്ല പെയിൻ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ക്ലിനിക്കിലാണെങ്കിലും വേദന കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത്. പക്ഷേ കോസിൻ്റെ അതിനെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള പ്രോട്ടോക്കോൾ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ 2 മെത്തേഡാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 2 മെത്തേഡ് ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് മെത്തേഡ് ചെയ്ത് നോക്കുക, റിലീഫ് ഇല്ലെങ്കിൽ മാത്രം സെക്കൻഡ് മെത്തേഡ് ചെയ്ത് നോക്കുക. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് പില്ലോയും ടവൽസും കരുതുക. ഈ പൊസിഷൻ്റെ പേരാണ് ഹൂക്ക് ലൈൻ പൊസിഷൻ. ആദ്യം ഈ പൊസിഷനിൽ കിടക്കുക, അതിനുശേഷം നമ്മുടെ മുട്ടിൻ്റെ അടിയിൽ 2 തലയണ വെച്ച് നോക്കുക. ആ പൊസിഷൻ അങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാല് പൊക്കി വെക്കാനായിട്ട് 2 ടവൽ, കുറച്ച് കട്ടിയുള്ള ടവൽ ഉപയോഗിക്കുക. ഇങ്ങനെ ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക. പലർക്കും ആ പൊസിഷന് റിലീഫ് അനുഭവപ്പെടും. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കുമൊക്കെ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാകും. ഇനി ഈ പൊസിഷൻ നമ്മൾക്ക് പറ്റുന്നില്ല എങ്കിൽ മറ്റൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പില്ലോ മാത്രം നമ്മുടെ മുട്ടിനടിയിൽ ഇങ്ങനെ വെക്കുന്നു, നമ്മുടെ ബാക്ക് മസിൽസൊക്കെ റിലാക്സ് ആകുന്നു. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ളൊരു പൊസിഷൻ അല്ലെങ്കിൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെ നമ്മൾ ഒരു പില്ലോ നമ്മുടെ മുട്ടിൻ്റെ അടിയിൽ വെക്കുന്നു, പിന്നെ ഒരു ചെറിയ ടവൽ മടക്കി വേദനയുള്ള ഭാഗത്തിൻ്റെ അടിയിൽ വെക്കുന്നു. അപ്പം അങ്ങനെ മൂന്നാമതൊരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തു. ഇതൊക്കെ ഒരു 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ആശ്വാസമായി തുടങ്ങും. ഇങ്ങനെ ഈ 3 പൊസിഷൻ വെച്ച് നോക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അറിയുകയുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പലർക്കും ഇതിലേതെങ്കിലും ഒരു പൊസിഷൻ കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കുമാണ് അതിലുള്ള കംപ്രഷൻ കുറയുകയും നമ്മുടെ ബാക്ക് മസിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മളൊരു റിലാക്സേഷൻ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തു. നമുക്ക് രാത്രിയിൽ കിടക്കുമ്പോഴൊക്കെ ഈ പൊസിഷൻ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ വളരെ നേരം നമുക്ക് അങ്ങനെ പില്ലോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സൈഡ് ചെരിഞ്ഞ് വരേണ്ടി വരും. അതിന് മറ്റൊരു പൊസിഷനുണ്ട്, അതാണ് നമ്മളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത്. ഇങ്ങനെ സൈഡ് ചെരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾക്ക് ഏത് കാലിലാണോ വേദനയുള്ളത് ആ കാല് ആണ് ഇങ്ങനെ മുകളിൽ വരുന്നത്. ആ കാലാണ് നമ്മൾ പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്ത് കിടക്കുന്നതും പിന്നെ ഇനി കുറച്ച് ബെൻഡാക്കിയാണ് വെക്കുന്നത്. അത് നമുക്ക് റിലാക്സേഷൻ തരുന്നതാണ്. ഇവിടെ ഇപ്പോൾ 3 റിലാക്സേഷൻ പൊസിഷനാണ് പറഞ്ഞത്. ഇത് 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കംഫർട്ടബിൾ ആയിരിക്കും. അതിനുശേഷം ആ പൊസിഷനിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ചെയ്യാവുന്നതാണ്. ഈ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലോ ബാക്ക് പെയിൻ കുറയ്ക്കുന്നതിനും നമ്മുടെ മസിൽസൊക്കെ റിലാക്സ് ചെയ്യുന്നതിനും ഓക്സിജൻ്റെ അളവ് കൂട്ടുന്നതിനുമൊക്കെ വളരെ ഇഫക്റ്റീവാണ്. ബ്രീത്തിങ്ങിൻ്റെ പ്രധാനപ്പെട്ട മസിലായ ഡയഫ്രത്തിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ലംബാർ വെർട്ടിബ്രയിലോട്ടാണ്. ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്ങിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇത് ചെയ്യുന്നത് നമ്മുടെ ഈ അബ്ഡോമിനൽ മസിൽസിനും പെൽവിക് ഫ്ലോർ മസിൽസിനും ബാക്ക് മസിൽസിനും ഒക്കെ നല്ലതാണ്. മൂക്കിലൂടെ നല്ലതുപോലെ ശ്വാസം എടുക്കുക. ഇങ്ങനെ ശ്വാസം എടുത്തു കഴിയുമ്പോൾ നമ്മുടെ വയറ് ഉയർന്നു വരണം. അതിനാണ് നമ്മൾ കൈ വെച്ചിരിക്കുന്നത്. നമ്മുടെ വയറ് ഇങ്ങനെ ഉയർന്നു വരും, നമ്മുടെ കൈ കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ ശ്വാസം എടുത്തു. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ വായിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അങ്ങനെ വായിലൂടെ പുറത്ത് വിടുമ്പോൾ നമ്മുടെ വയറ് അകത്തേക്ക് ചുരുങ്ങി പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യണം. സ്റ്റെപ്പ് 3 നോക്കാം. നമ്മൾ പതുക്കെ മുട്ടിനടിയിലെ പില്ലോ എടുത്ത് ഒന്ന് മാറ്റുക. പില്ലോ എടുത്ത് മാറ്റി കാല് നിവർത്തി ഇങ്ങനെ കിടന്ന് നോക്കുക. അതിനുശേഷം മുട്ട് മടക്കി ഈ പൊസിഷനിൽ കാണുന്നത് പോലെ കൊണ്ടുവരിക. അതിനുശേഷം മുട്ട് നിവർത്തുക. അങ്ങനെ അതായത് നീ ബെൻഡിങ് ആൻഡ് സ്ട്രെച്ചിങ് അങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. സ്റ്റെപ്പ് 1, 2, 3 ഓക്കെ ആണെങ്കിൽ മാത്രം പ്രോഗ്രഷൻ ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 4 ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള ഒരു സ്ട്രെച്ച്, ഡബിൾ നീ ടു ചെസ്റ്റ്, അങ്ങനത്തെ ഒരു സ്ട്രെച്ച് ചെയ്യുന്നതും ഈ വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും.
മെത്തേഡ് 1 നമ്മൾ മലർന്ന് കിടന്നത്, അതായത് സുപ്പൈൻ ലൈൻ പൊസിഷനിലാണ് ചെയ്തത്. അത് നമുക്ക് കംഫർട്ടബിൾ അല്ല, നമുക്ക് ഒട്ടും മാറ്റമില്ലെങ്കിൽ മാത്രം നമ്മൾ മെത്തേഡ് 2 നമുക്ക് ചെയ്ത് നോക്കാം. ഇതെന്ന് പറയുന്നത് പ്രോൺ ലൈൻ, അതായത് കമന്ന് കിടന്നാണ് ചെയ്യുന്നത്. ഒരു സെൽഫ് ഡീകംപ്രഷൻ ടെക്നിക്കാണ്. പക്ഷേ സ്പൈന് സർജറി കഴിഞ്ഞവർ, സ്പൈൻ ഇൻഫെക്ഷൻ ഉള്ളവർ, കൂടുതലായിട്ട് ഓസ്റ്റിയോപോറോസിസ് ഉള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ അത് ചെയ്യാതിരിക്കുക. ഈ പൊസിഷൻ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ കമഴ്ന്നാണ് കിടക്കുന്നത്. നമ്മുടെ പെൽവിക് ഏരിയയുടെ അടിഭാഗത്തായിട്ടൊരു പില്ലോ വെച്ചിരിക്കുന്നു. എന്നിട്ട് കട്ടിലോ കൗച്ചിലോ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ കൈ നമ്മൾ താഴേക്ക് തൂക്കിയിട്ടിരിക്കുകയാണ് സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നതിന് വേണ്ടി. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കൈ ഇങ്ങനെ മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യാനായിട്ട്, താന്നു പോകുന്ന പോലെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ വേദനയുള്ള ഭാഗത്ത് നല്ല ഒരു റിലീഫ് അനുഭവപ്പെടണം. അതാണ് സ്ട്രെച്ച് ഇഫക്റ്റീവാണ്. വെച്ചൊരു ഡീകംപ്രഷനാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല ഒരു റിലീഫ് അനുഭവപ്പെടണം. അങ്ങനെ റിലീഫ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, അതിനുശേഷം റിലാക്സ് ചെയ്യുക. വീണ്ടും 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അങ്ങനെ 3 സ്ട്രെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് ആശ്വാസമാണ്, കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും അത് 30 സെക്കൻഡ്സ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യുക. ഇങ്ങനെ ഈ പ്രോൺ ഡീകംപ്രഷൻ ടെക്നിക്ക് ഇഫക്റ്റീവായിട്ട്, അല്ലെങ്കിൽ നല്ല ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഗ്രഷനായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് എക്സർസൈസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ക്രോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടുള്ള ഇങ്ങനത്തെ സയാറ്റിക്ക പെയിനൊക്കെ ഉണ്ടെങ്കിൽ ഈ ന്യൂറോ ഡൈനമിക്സ് എന്ന് പറഞ്ഞ ടെക്നിക്കും വളരെ നല്ലതാണ്. അക്യൂട്ട് പെയിന് അതത്ര സേഫ് അല്ല. അതായത് നെർവ് ഫ്ലോസിങ് ടെക്നിക്ക്, നെർവിൻ്റെ കംപ്രഷൻ കുറയ്ക്കാനായിട്ട് നെർവ് ഫ്ലോസിങ് എക്സസൈസാണ്. അതൊരു ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ ചെന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. അതിൻ്റെ ചില പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അത് വീട്ടിൽ ചെയ്യുന്നത് അത്ര സേഫ് അല്ല. ഇതുകൂടാതെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, വേദന കുറയ്ക്കാനായിട്ട് നമുക്ക് ഹോട്ട് പാക്ക് ഉപയോഗിക്കാം. വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒഴിവാക്കുക. യാത്ര ചെയ്യുമ്പോഴത്തേക്കും ലംബാർ ബെൽറ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എർഗണോമിക്സ് ഒക്കെ ഒരു പരിധിവരെ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക.